ഹലോ, എല്ലാവർക്കും ഷിങ്കുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെമ്മീൻ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ചെമ്മീൻ ഉപയോഗിച്ചിട്ട് വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെമ്മീൻ വടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഈ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സവോള ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇട്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ടൊന്ന് അരയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ഈ ക്രഷ് ചെയ്തെടുത്തതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനെ ഇതേപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ഈ ചെമ്മീനും ഈ ഒരു ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ചെമ്മീനും ഒരിക്കലും ഫൈനായിട്ട് അരയരുത്, കാരണം അങ്ങനെ അരഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കടിക്കണം അതിൻ്റെ ഒരു ഇത്. അപ്പൊ അതുകൊണ്ടാണ് നന്നായി അരഞ്ഞു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പൊ അതും ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ മുളക് പൊടി. ഇപ്പൊ ഞാൻ ഇവിടെ പൊടികളൊക്കെ കുറച്ച് മാത്രം കേട്ടോ നമ്മൾ ആഡ് ചെയ്യണുള്ളൂ. പിന്നെ ഗരം മസാലയും, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിക്കും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം, കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ആ ചെമ്മീന്മേൽ നന്നായിട്ട് പിടിക്കണം. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെമ്മീൻ വട ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഈ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ നന്നായി ചൂടായി കഴിഞ്ഞാൽ വടയുടെ ഇതേ ഷേപ്പിൽ നമുക്ക് ഈ ഓയിലിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ വടയും ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചെടുക്കരുത്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും പാകമായിട്ട് വരില്ല. അപ്പൊ നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് തയ്യാറാക്കിയെടുക്കാൻ. അങ്ങനത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ വടയും കൂടിയിട്ട് ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു വടയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ച് മാത്രം മതി നമുക്ക് നല്ലവണ്ണം ചോറുണ്ണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.